ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ശത്രുക്കളുടെ ഒരു കള്ളത്തരവും ഈ വ്യക്തിക്ക് മുന്നിൽ ഇനി ഫലിക്കുകയില്ല. നിങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് ഈ റീഡിംഗ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഒപ്റ്റിമിസം ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമായിരുന്നു. അതായത് എപ്പോഴും ഇടക്കിടക്ക് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും എപ്പോഴും ആ ഒരു ശത്രുക്കളുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്കിടയിൽ വരുന്നത് കൊണ്ടായിരിക്കണം നിങ്ങൾക്കും ഈ വ്യക്തിക്കും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല. അതായത് ആ ഒരു ശത്രുക്കളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് വരാനോ ഈ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇപ്പോൾ വേറെ ആൾക്കാർ ഈ പേഴ്സണോട് ചോദിക്കുകയാണ്, നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവൂല, പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവൂല. ഈ വ്യക്തി അവരോട് പറയുന്നത് പോകുന്നിടത്തോളം കാലം പോകട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകട്ടെ, പിന്നെ കൂടുതലൊന്നും എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭാവി എന്താകും എന്നുള്ളത് എനിക്ക് അറിയില്ല, ആ രീതിയിലൊക്കെ ആയിരിക്കും ഈ വ്യക്തി മറുപടി കൊടുക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു 100% ഡെഡിക്കേഷൻ നൽകാനോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനോ ഈ വ്യക്തിയെ കൊണ്ട് പലപ്പോഴും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ പറയാ, ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ പേഴ്സൺ എപ്പോഴും ശത്രുക്കളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു മനസാക്ഷി വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ്. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇംപെർഫെക്ഷൻസ് ആണ്. കാരണം നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള ഒരു പൊരുത്തക്കേടുകൾ, അത് കൂടുതലും സംഭവിച്ചിട്ടുള്ളത് ശത്രുക്കളിൽ നിന്നുമാണ്. അപ്പോൾ ശത്രുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് അവർ പറയുന്നതാണ് സത്യമെന്നും അവർ പറയുന്നതാണ് ശരിയെന്നും, നിങ്ങളുടെ ഭാഗത്തു നിന്നും എത്രത്തോളം നല്ലതുണ്ടായാലും എങ്ങനെയൊക്കെ ഉണ്ടായാലും അത് മോശമാണ് എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇല്ലായ്മയും പോരായ്മയും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 100% പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് എന്തൊക്കെ പോരായ്മകളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഇല്ലായ്മകളാണുള്ളത് അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൂടിച്ചേരാം, എങ്ങനെയൊക്കെ ഒരു പെർഫെക്ഷനോട് കൂടി, അല്ലെങ്കിൽ മാക്സിമം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു വിജയത്തോടു കൂടി എങ്ങനെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഡെസ്പൊഡൻസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് നിരാശയാർന്ന
ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ, അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി കാരണം ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എന്താ പറയുക, ഒരുപാട് നഷ്ടങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ആദ്യമൊക്കെ മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് തോന്നിയിരുന്ന ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി, തേർഡ് പാർട്ടിയുടെ പുറമേ നിന്നുള്ള ആ ഒരു സ്വഭാവമൊക്കെ കണ്ടപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചു അത് സത്യമാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സത്യമായിട്ടുള്ള വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു. പക്ഷെ അവരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, സ്വഭാവമല്ല, അനുഭവം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിരാശ നിറഞ്ഞതായിരുന്നു. കാരണം ഈ പേഴ്സണെ പറ്റിക്കായിരുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ഒപ്റ്റിമിസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ശുഭാപ്തി വിശ്വാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തേർഡ് പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ശത്രുക്കളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ ആ ഒരു നിരാശയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആണ്. നമുക്കറിയാം ഇവിടെ 2 മുഖംമൂടികളെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരിക്കലും മുഖംമൂടി അണിയാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു രീതി, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല, നിങ്ങൾക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് മുഖം മൂടി അണിഞ്ഞിരുന്നത് എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണ് നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു എന്താ പറയുക, ഒരു മുഖം മൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തിക്ക് മുന്നിൽ കാണിച്ചാലും ഈ വ്യക്തി അത് മുഖം മൂടിയാണ് എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു മുഖമായിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തിക്ക് മുന്നിൽ വന്നിരുന്നില്ല. തേർഡ് പാർട്ടി ആയിരുന്നു ഈ പേഴ്സണെ പറ്റിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ഒരു മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ പല തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള അതായത് കാപട്യ മുഖങ്ങൾ ഉണ്ട് എന്ന് ഈ വ്യക്തി തിരിച്ചറിയാണ്. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു തമാശകരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരുപാട് തമാശകരമായിട്ടുള്ള നിമിഷങ്ങൾ, ഒരുപാട് തമാശകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ആ ഒരു എന്താ പറയുക, എല്ലാ തരത്തിലുമുള്ള ഒരു തമാശകൾ അല്ലെങ്കിൽ നല്ല നല്ല നിമിഷങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോന്നായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അകന്നു പോയപ്പോഴാണ് ഈ പേഴ്സൺ സത്യത്തിൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു നിർവൃതി, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ലോങ് ഡിസ്റ്റൻസ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ലോങ് ഡിസ്റ്റൻസ്, അതായത് ഈ പേഴ്സൺ ഒരുപാട് ഇപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരുപാട് അകന്നായിരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലോങ് ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും നിർത്തിവെച്ചിട്ട്, കീറി മുറിച്ചിട്ട്, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും നിർത്തിവെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത് മെസ്സേജസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ കൂടി ആയിരിക്കാം. ഇപ്പം അതും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഫിസിക്കൽ പരമായിട്ട്, അതായത് നിങ്ങളുമായിട്ട് നേർക്ക് നേർ നിൽക്കണം, നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തിക്ക് അനുഭവിച്ചറിയണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ്. കാരണം നിങ്ങളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം, നേരിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നേരിട്ട് ഈ പേഴ്സന്റെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് മുന്നിൽ തരണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ഡിവൈനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. ഇപ്പൊ ഭക്തി മാർഗത്തിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് നേർച്ചകൾ നേരുകയും ഒരുപാട് മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമങ്ങളൊക്കെ ജപിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുഷ്പാഞ്ജലിയോ പ്രാർത്ഥനകളോ അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നിസ്കരിക്കലായിക്കോട്ടെ, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു എനർജിയിലൂടെ ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ഇപ്പോൾ ഈ പേഴ്സന്റെ ആവശ്യമാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത്രമാത്രം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കൂടി ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.